ഹായ്, വെൽക്കം ബാക്ക് ടു എജുബി. നമ്മൾ ഇന്ന് ഇന്ത്യൻ പൊളിറ്റിയിൽ പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 1 പറ്റിയാണ്. ഓക്കെ, സോ നമ്മൾ പ്രിയാമ്പിൾ പഠിക്കുന്നതിന് മുന്നേ, അത് നമ്മൾ മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മൊത്തം എത്ര പാർട്ടുണ്ടോ, 25 പാർട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന ടൈമിന് 22 പാർട്സ് ഉണ്ടായിരുന്നു. ദെൻ എന്ത് ചെയ്തു, പിന്നീട് ആ 22 പാർട്സ് എത്രയായിട്ട് മാറി, 25 പാർട്ടായിട്ട് മാറി. ഈ 25 പാർട്സിൽ ഫസ്റ്റ് പാർട്ടിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് ആണ് എന്ത് ചെയ്യുന്നത്, പാർട്ട് 1 ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 1ന്റെ പേരെന്താണ്, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് ആണ് എന്ന് പറയുന്നത് പാർട്ട് 1ന്റെ പേരെന്ന് പറയുന്നത്. ഇവിടെ ആർട്ടിക്കിൾ 1 to 4 ആണ് എന്ത് ചെയ്യുന്നത്, പാർട്ട് 1-നകത്തുള്ള. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ആർട്ടിക്കിളാണ് പാർട്ട് 1-നകത്തുള്ളത്? ആർട്ടിക്കിൾ 1 to 4 ആണ് ഇതിനകത്തുള്ളത്, നമ്മുടെ പാർട്ട് 1-നകത്തുള്ള. ഓക്കെ, സോ എന്താണ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്? ആ പേരിൽ തന്നെയുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന യൂണിയനും ഇന്ത്യ എന്ന് പറയുന്ന യൂണിയനകത്തുള്ള ടെറിട്ടറികളെ പറ്റിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പാർട്ട് 1-നകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, അതിന്റെ പേരെന്താണ്, ഒഫീഷ്യൽ നെയിം എന്താണ്, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ് അല്ലേ. അപ്പോൾ ആ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിൽ ഉള്ള ടോട്ടൽ ടെറിട്ടറീസിനെ പറ്റി എന്ത് ചെയ്യുന്നു, നമ്മൾ പാർട്ട് 1-നകത്ത് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന സാധനം ആർട്ടിക്കിൾ 1 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 1 to 4 ആണ് നമ്മൾ എന്തെന്ന് പറഞ്ഞു, പാർട്ട് 1-നകത്ത് പറയുന്നതെന്ന് പറഞ്ഞു അല്ലേ. അതിൽ എന്താണ് ആർട്ടിക്കിൾ 1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത എന്ന് പറയുന്നത് എന്താണ്, ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ആർട്ടിക്കിൾ 1 പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 1 എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, ഇന്ത്യ അല്ലെങ്കിൽ ഭാരത് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഭാരത് എന്ന് പറയുന്ന നെയിം ഓൾറെഡി എവിടെ പറയുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 1-നകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഭാരത് ഒരു പുതിയ നെയിമൊന്നും അല്ല, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ റീസെന്റ് നിങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ടായിരിക്കും, ലൈക്ക് ഇന്ത്യയുടെ പേര് ഭാരത് എന്ന് ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഭാരത് എന്നാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഭാരത് എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നതാ, ആർട്ടിക്കിൾ 1-ൽ കിടക്കുന്നതാണ്. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 1 പറയുന്നുണ്ട് ഇന്ത്യ അല്ലെങ്കിൽ ഭാരത് എന്ന് പറയുന്ന എന്താണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. എന്താണ് പറയുന്നത്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഈ ടേമിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചർ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു ടേമാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ കാണാത്ത ഒരു ടേമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയാത്തൊരു ടേമാണ് ഫെഡറൽ അല്ലെങ്കിൽ ഫെഡറലിസം എന്ന് പറയുന്നത്. ഈ ഒരു ടേം നമുക്ക് ഇവിടെ കാണാൻ പറ്റൂല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കാണാൻ പറ്റില്ല. ഇത് ഞാൻ നമ്മൾ പ്രിയാമ്പിൾ പഠിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞതാണ്, ഈ ഒരു ടേം എവിടെ ഇല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇല്ല എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഫെഡറൽ എന്ന് പറയുന്ന ടേം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇല്ല, പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ആണ് ഏതെന്ന് പറയുന്നത്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫെഡറലിസത്തിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ഇതാണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അതായത് എങ്ങനെയാണ് ഇന്ത്യയിലെ ആ ഒരു ടെറിട്ടറീസ് ഇരിക്കുന്നത് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആർട്ടിക്കിൾ 1-ൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ആർട്ടിക്കിൾ 1 എന്നും പറയുന്നുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഭാരതാണ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് ഉപയോഗിക്കാത്തത്, പകരം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ, അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റ്, ഈ സ്റ്റേറ്റുകൾക്ക് ആക്ച്വലി എന്തില്ല, ഫെഡറൽ പവർ ഇല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇന്ത്യയിലെ ഫെഡറൽ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് കോസി ഫെഡറൽ എന്നാണ്. ഓക്കെ, ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, കോസി ഫെഡറൽ എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഇന്ത്യ ഒരു പ്രോപ്പർ ഫെഡറൽ രാജ്യമാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. ഓക്കെ, കാരണം ഒരു പ്രോപ്പർ ഫെഡറൽ രാജ്യമാണെങ്കിൽ അവിടുത്തെ പ്രോവിൻസുകൾക്ക്, അതായത് ഇന്ത്യയുടെ കേസിനകത്ത് സ്റ്റേറ്റുകൾക്കാണ് എല്ലാ അധികാരവും കിട്ടേണ്ടത്. പക്ഷേ ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റുകൾക്കും എല്ലാ അധികാരവും നമ്മൾ കൊടുത്തിട്ടില്ല. സ്റ്റിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് എന്താണ്, പവർഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഇന്ത്യൻ ഫെഡറേഷനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഏറ്റവും നല്ല ടേം എന്ന് പറയുന്നത് എന്താണ്, ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഫെഡറേഷൻ ആണോ എന്ന് വെച്ചാൽ ആണ്, നമുക്ക് 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറിയും ഉണ്ട് അല്ലേ. ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്, 28 സ്റ്റേറ്റ് ഉണ്ട്. എത്ര UT ഉണ്ട്, യൂണിയൻ ടെറിട്ടറികൾ എത്ര ഉണ്ട്, 8 ഉണ്ട്. പക്ഷേ 8 പേരും ഇൻഡിപെൻഡന്റ് ആണോ, യൂണിയൻ ടെറിട്ടറി അല്ല. 28 സ്റ്റേറ്റ് ഇൻഡിപെൻഡന്റ് ആണോ, അല്ല. സോ നമുക്ക് എന്ത് പറയാം, ഇന്ത്യയിലെ ഫെഡറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഫെഡറേഷൻ ആണ്, ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയക്ക് നമുക്ക് കിട്ടുന്ന ഈ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ടേമിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ ആ ഒരു ഫെഡറേഷൻ കിട്ടുന്ന. ഓക്കെ, ദെൻ ഷെഡ്യൂൾ 1-നകത്ത് എന്താണ് പറയുന്നത് വെച്ചാൽ, നമ്മുടെ 28 സ്റ്റേറ്റുകളുടെ പേര് അല്ലെങ്കിൽ അവരുടെ ജൂറിസ്ഡിക്ഷൻ ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്, ഷെഡ്യൂൾ 1-നകത്ത് പറഞ്ഞത്. 28 സ്റ്റേറ്റ് മാത്രമല്ല, 28 സ്റ്റേറ്റിന്റെയും അതുപോലെ തന്നെ എന്തുണ്ട്, യൂണിയൻ ടെറിട്ടറീസിന്റെയും കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്, ഷെഡ്യൂൾ 1-നകത്ത് പറയുന്നുണ്ട്. ഓക്കെ, സോ പാർട്ട് 1 എന്തായിരുന്നു, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്.
അതിനകത്ത് ആർട്ടിക്കിൾ 1 to 4 ആണ് ഏതിനകത്തുള്ളത്? പാർട്ട് 1 ഓക്കെ. ആർട്ടിക്കിൾ 1 to 4 ആണ് ഏതിനകത്തുള്ളത്? പാർട്ട് 1 ഓക്കെ. അപ്പോൾ ആർട്ടിക്കിൾ 1 to 4 ആർട്ടിക്കിൾ 1 എന്ന് പറയുന്നതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യ അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഭാരത. അപ്പൊ ഇന്ത്യ അല്ലെങ്കിൽ ഭാരത് എന്ന് പറയുന്നൊരു ടേം എന്തുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്. നമുക്ക് ഇന്ത്യ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്തെന്ന് പറയാം? ഭാരത് എന്നും പറയാം. ദെൻ മറ്റൊരു കാര്യം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫെഡറേഷൻ ആണെങ്കിലും ആ ഫെഡറേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ടേമിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെയുള്ള ഫെഡറേഷനാണ് ഇന്ത്യ? ഒരു പ്രോപ്പർ ഫെഡറൽ ആണോ? ഒരിക്കലും അല്ല. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എന്താണ്? പവർഫുൾ ആണ്. സെൻട്രൽ ഗവൺമെന്റ് കൺട്രോളാണ് ആയിരിക്കുന്ന സ്റ്റേറ്റുകൾ ഇരിക്കുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ദെൻ അടുത്ത് നമുക്ക് ഇതിനകത്തുള്ള ആർട്ടിക്കിൾസിനകത്തേക്ക് പോകാം. ഓക്കെ. ആർട്ടിക്കിൾ 1, ആർട്ടിക്കിൾ 2, ആർട്ടിക്കിൾ 3, ആർട്ടിക്കിൾ 4 ഇവരെന്താണ് പറയുന്നത് എന്നുള്ള കേസ് നോക്കാം. ആർട്ടിക്കിൾ 1 നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 1 ആണ് ഇന്ത്യ ഡിഫൈൻ ചെയ്യുന്ന എന്തൊക്കെയായിട്ട്? ഇന്ത്യ അല്ലെങ്കിൽ ഭാരത് എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. എന്തിനു പകരം? ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്തെന്നാണ് പറയുന്നത്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സിംപിളി ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്ക് ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് സ്വന്തമായി പിരിഞ്ഞു പോകാൻ പറ്റില്ല. ഓക്കെ. ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്ക് അങ്ങനെയുള്ള അധികാരമില്ല. എനിക്ക് ഇന്ത്യൻ യൂണിയനിൽ നിന്ന് പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? പിരിഞ്ഞു പോകാൻ പറ്റത്തില്ല. അപ്പൊ അതിനുള്ള അധികാരം ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്ക് എന്ത് ചെയ്യുന്നില്ല? കിട്ടുന്നില്ല. ദെൻ ആർട്ടിക്കിൾ 2 പറയുന്നത് അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ് എന്നാണ്. ഓക്കെ. അതായത് പുതിയ സ്റ്റേറ്റുകൾ അഡ്മിറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? ഈ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റുകൾ പണ്ട് നമ്മളത് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ടെറിറ്ററി എന്ന് പറയുന്നത് ഇന്ത്യയുടേത് ആയിരിക്കത്തില്ല. അപ്പം ഈ ഒരു ടെറിറ്ററി, ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, ഗോവ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടെറിറ്ററി ആയിരുന്നു ആദ്യം? അല്ല. കാരണം ഇവിടെ പോർച്ചുഗീസുകാരാണ് ഉണ്ടായിരുന്നത് അല്ലെ. പിന്നീട് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്താണ്? ഇന്ത്യയിലേക്ക് സീഡ് ചെയ്തെടുത്തതാണ്. ദെൻ അതുപോലെ മറ്റൊരു സ്ഥലമാണ് പുതുച്ചേരി എന്ന് പറയുന്നത്. പുതുച്ചേരിയിൽ ആരാ ഉണ്ടായിരുന്നത്? ഫ്രഞ്ചുകാരാണ് അല്ലെ. അപ്പം പുതുച്ചേരിയും ഗോവയൊക്കെ എന്ന് പറയുന്നത് ഇതൊന്നും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ലാൻഡ് അല്ല. ഈ ടെറിറ്ററി തന്നെ വേറെ ആൾക്കാരുടെ കയ്യിലാണ് എടുത്തത്. ഓക്കെ. അപ്പോൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ഈ ടെറിറ്ററിയെ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തു? അനക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്, ആർട്ടിക്കിൾ 2 പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആർട്ടിക്കിൾ 1 പറഞ്ഞു, ആർട്ടിക്കിൾ 2 പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആർട്ടിക്കിൾ 3 ആണ്. എന്താണ് ആർട്ടിക്കിൾ 3 എന്ന് വെച്ചാൽ, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരു സ്റ്റേറ്റിന്റെ ഫോർമേഷൻ, ഒരു സ്റ്റേറ്റിന്റെ ഏരിയ കൂട്ടുന്നതും കുറയ്ക്കുന്നതും, ദെൻ അതുപോലെ തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ സ്റ്റേറ്റുകളുടെ പേരുകൾ മാറ്റുന്നത്, സ്റ്റേറ്റിന്റെ ബൗണ്ടറികൾ ചേഞ്ച് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ഇതിനകത്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 3 പറയുന്നത്. എന്തൊക്കെയാണ്? സ്റ്റേറ്റ് ഫോർമേഷനെ പറ്റി പറയുന്നു. പിന്നെ എന്തിനെ പറ്റി പറയുന്നുണ്ട്? സ്റ്റേറ്റിന്റെ ഏരിയ കൂട്ടുന്നതിനെയും കുറയ്ക്കുന്നതിനെയും പറ്റി പറയുന്നുണ്ട്. പിന്നെ എന്ത് പറയുന്നുണ്ടോ? സ്റ്റേറ്റിന്റെ പേരുകൾ ചേഞ്ച് ചെയ്യുന്ന. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, പല സ്റ്റേറ്റുകളും അവരുടെ പേരുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒഡീഷ എന്ന് പറയുന്ന സ്റ്റേറ്റ് പണ്ട് ഒറീസ ആയിരുന്നു അല്ലെ. ഒറീസ എന്തായി? ഒഡീഷ ആയിട്ടുണ്ട്. മദ്രാസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് തമിഴ്നാട് എന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് 1969. ദെൻ അതുപോലെ തന്നെ ഉത്തരാഞ്ചൽ ഉത്തരാഖണ്ഡ് ആവുന്നു. അപ്പൊ ഇങ്ങനെ സ്റ്റേറ്റുകളുടെ പേര് ചേഞ്ച് ചെയ്യുന്നു. ഇതെല്ലാം ഏതിനകത്താണുള്ളത്? ആർട്ടിക്കിൾ 3 ഓക്കെ. ഇനി ആർട്ടിക്കിൾ 3 നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആർട്ടിക്കിൾ 3 പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ്, അതായത് പുതിയ സ്റ്റേറ്റിന്റെ ഫോർമേഷൻ, ഈ ഏരിയ ഓൾട്ടർ ചെയ്യുന്നത്, നെയിം ഓൾട്ടർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ബൗണ്ടറീസ് ഓൾട്ടർ ചെയ്യുന്ന, ഇതെല്ലാം ചെയ്യാൻ അധികാരമുള്ളത് പാർലമെന്റിനാണ്. ആർക്കാണുള്ളത്? പാർലമെന്റിനാണ് എന്തുള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുള്ളത്. ഓക്കെ. പാർലമെന്റ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സിമ്പിൾ മെജോറിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പ്രൊവിഷൻസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ആർട്ടിക്കിൾ 3 പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് എല്ലാം ചെയ്യാൻ ഇന്ത്യയിൽ അധികാരമുള്ളത് ആർക്ക് മാത്രമാണ്? പാർലമെന്റിന് മാത്രമാണ്. പാർലമെന്റ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ആരുടെ സഹായത്തോടുകൂടിയാണ് ചെയ്യുന്നത്? സിമ്പിൾ മെജോറിറ്റിയുടെ സഹായത്തോടുകൂടി. എന്താണ് സിമ്പിൾ മെജോറിറ്റി? പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കുന്ന ദിവസം, ഈ പറയുന്ന ആർട്ടിക്കിൾ 3 പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും പ്രൊവിഷൻ അവതരിപ്പിക്കുന്ന ദിവസം അന്ന് പ്രസന്റ് ആയിട്ടുള്ള എം പിമാരുടെ ഇടയിൽ നിന്ന് ഭൂരിപക്ഷം കിട്ടിയാൽ മതി. ഓക്കെ. ഹൗസിന്റെ ഭൂരിപക്ഷം വേണമെന്നില്ല. പ്രസന്റ് ആയിട്ടുള്ള എം പിമാരിൽ എന്ത് ചെയ്താൽ മതി? മെജോറിറ്റി നേടിയെടുക്കാൻ പറ്റിയാൽ മതി. അതാണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇപ്പൊ സപ്പോസ് ഒരു 100 എം പിമാരാണ് അന്ന് പ്രസന്റ് ആയിട്ടുള്ളതെങ്കിൽ അന്ന് 51 എം പിമാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബില്ല് പാസ്സാക്കി എടുക്കാൻ പറ്റും. സോ സിമ്പിൾ മെജോറിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്? പാർലമെന്റ് ആർട്ടിക്കിൾ 3 പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് ചെയ്യുന്നത്. ഇനി ആർട്ടിക്കിൾ 3 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇത് പാർലമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, സിമ്പിൾ മെജോറിറ്റി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ ആരുടെ കൺസെന്റ് വേണം? പ്രസിഡന്റിന്റെ കൺസെന്റ് വേണം. ഓക്കെ. അപ്പം
പ്രസിഡന്റിന്റെ കൺസെന്റ് വാങ്ങിച്ചിട്ട് പ്രസിഡന്റിനോട് സമ്മതം വാങ്ങിച്ചിട്ട് മാത്രമേ ഒരു പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റേറ്റിനകത്ത് അവരുടെ ഏരിയ ഓൾട്ടർ ചെയ്യാനോ ബൗണ്ടറി ചേഞ്ച് ചെയ്യാനോ നെയിം ചേഞ്ച് ചെയ്യാനോ ഒക്കെ പറ്റത്തുള്ളൂ. പ്രസിഡന്റ് നോർമലി ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പോയി കൺസെന്റ് പാർലമെന്റിൽ നിന്ന് പോയി പ്രസിഡന്റിനോട് കൺസെന്റ് ചോദിക്കുന്ന സമയത്ത് പ്രസിഡന്റ് ആണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിൽ അറിയിക്കാറുണ്ട്. അതായത് ഇങ്ങനെയാണ് പാർലമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എന്നോട് കൺസെന്റ് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രൊവിഷൻ ചെയ്യാം നിങ്ങളുടെ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട. അപ്പോൾ അത് നോർമലി പാർലമെന്റ് നമ്മുടെ സ്റ്റേറ്റുകളെയൊന്നും അറിയിക്കാറില്ല. പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിനെ ആർട്ടിക്കിൾ 3യുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രൊവിഷൻ വരുന്ന സമയത്ത് അറിയിക്കുന്നത്. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ്. സോ ആർട്ടിക്കിൾ 3യിലാണ് എന്തിനെ പറ്റി പറയുന്നത്, പുതിയ സ്റ്റേറ്റിന്റെ ഫോർമേഷനെ പറ്റി പറയുന്നു, ഏരിയ കൂട്ടുന്നതിനെയും കുറയ്ക്കുന്നതിനെയും പറ്റി പറയുന്നു, ബൗണ്ടറി ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റി പറയുന്നു, പിന്നെ അതുപോലെ തന്നെ എന്തും പറയുന്നുണ്ടോ, സ്റ്റേറ്റിന്റെ പേര് മാറ്റുന്നതിനെ പറ്റിയും പറയുന്നുണ്ടോ. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 4 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 2ലും 3ലും ഓക്കെ നമ്മൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആർട്ടിക്കിൾ 2 അല്ലെങ്കിൽ 3 പ്രകാരം നമ്മൾ കൊണ്ടുവരുന്ന ലോസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഒരു അമെൻമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഇത് പറയുന്നത്. ആർട്ടിക്കിൾ 4 പറയുന്നത് എങ്ങനെയാണ്, ആർട്ടിക്കിൾ 2ലും 3ലും ഉള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഒരു അമെൻമെന്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നതോ അല്ലെങ്കിൽ പുതിയ സ്റ്റേറ്റുകൾ കൊണ്ടുവരുന്നതോ ഒന്നും എന്തല്ല, ഒരു അമെൻമെന്റ് അല്ല. ഇത് എന്ത് മാത്രമാണ്, ഒരു ഓർഡിനറി ലെജിസ്ലേറ്റീവ് പ്രോസസ്സ് മാത്രമാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 2ലും 3ലും ഉള്ള കാര്യങ്ങളാ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നു ഇന്ത്യയിലാണ്. ഇപ്പൊ 28 സ്റ്റേറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എത്ര സ്റ്റേറ്റ് ഉണ്ട്, 28 സ്റ്റേറ്റ് ഉണ്ട്. ദെൻ 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് അല്ലേ. അപ്പം 8 യൂണിയൻ ടെറിട്ടറി എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി 7 എണ്ണം ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് വരുന്നു, ലഡാക്കും ജമ്മു ആൻഡ് കാശ്മീരും വരുന്നു. അപ്പൊ എത്രയായി, 9ആയി. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, ഡാമൻ ആൻഡ് ഡ്യൂ എന്ന് പറയുന്നതും ദാദ്ര നഗർ ഹവേലി എന്നും പറയുന്ന 2 യൂണിയൻ ടെറിട്ടറിയെ കമ്പൈൻ ചെയ്ത് എന്താക്കി മാറ്റി, ഒറ്റ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി. സോ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, 9 എണ്ണം ഉണ്ടായിരുന്ന യൂണിയൻ ടെറിട്ടറി എണ്ണം എത്രയായിട്ട് മാറുന്നത്, 8 ആയിട്ട് മാറുന്നത്. ഓക്കെ അല്ലേ. അപ്പം ഈ കാര്യങ്ങൾ ഇപ്പം ഗവൺമെന്റ് വിചാരിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 29th സ്റ്റേറ്റ് ഫോം ചെയ്യാം. ചുമ്മാ നിങ്ങൾ വിചാരിച്ചോ, ഈ 29th സ്റ്റേറ്റ് ഫോം ചെയ്യാൻ ഒരു അമെൻമെന്റിന്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ലെജിസ്ലേറ്റീവ് പ്രോസസ്സ് മാത്രമാണ് പാർലമെന്റിൽ. അല്ലാതെ അതിന് എന്തിന്റെ ആവശ്യമില്ല, ഒരു അമെൻമെന്റിന്റെയും ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 4 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 1നെ പറ്റിയാണ് പറഞ്ഞത്. പാർട്ട് 1ൽ യൂണിയനെയും അതിന്റെ ടെറിട്ടറികളെയും പറ്റിയാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ആർട്ടിക്കിൾ 1 to 4 ആണ് എന്ത് ചെയ്യുന്നത് അതിനകത്തുള്ളത്. ആർട്ടിക്കിൾ 1 to 4-നകത്ത് നമ്മൾ ആർട്ടിക്കിൾ 1ഉം 2ഉം 3ഉം 4ഉം ഒക്കെ എന്ത് ചെയ്തു, ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഡൗട്ട് ഉണ്ടോ? ദെൻ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് കമ്മീഷൻസിനെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് കമ്മീഷൻസിനെ പറ്റി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം 1947 ഓഗസ്റ്റ് 15 ഈ ഡേറ്റിന് ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആവുകയാണ്, ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുകയാണ്. അപ്പോൾ ഈ ഡേറ്റിന് ഇന്ന് കാണുന്ന സ്റ്റേറ്റുകളൊക്കെ ഉണ്ടോ, ഇല്ല. ഇന്ന് കാണുന്ന സ്റ്റേറ്റുകളൊക്കെ പിന്നീട് വന്നതാണ് അല്ലേ. അപ്പോൾ ഈ 1947 ഓഗസ്റ്റ് 15 എന്ത് വരുന്നില്ല, സ്റ്റേറ്റുകളൊന്നും വരുന്നില്ല. സോ പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ സ്റ്റേറ്റുകളായിട്ട് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്ത് തുടങ്ങണം. അപ്പോൾ സ്റ്റേറ്റ് ഫോർമേഷൻ തുടങ്ങുന്ന സമയത്ത് 2 ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൽ. ഒന്നുകിൽ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്, അതായത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, സ്റ്റേറ്റുകൾ ഫോം ചെയ്യുക. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, നമുക്ക് ഭരണം എളുപ്പമാക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, സ്റ്റേറ്റ് ഫോം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഇന്ത്യയിലുള്ള ആൾക്കാർ എന്തായിരിക്കും ആവശ്യപ്പെടുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിനേക്കാൾ കൂടുതൽ അവർക്ക് താല്പര്യം എന്തിനോടായിരിക്കും, ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ തന്നെ മലയാളം സംസാരിക്കുന്ന എല്ലാവർക്കും കൂടി ഒരു സ്റ്റേറ്റാണ്, തമിഴ് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്റ്റേറ്റ്, തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ സ്റ്റേറ്റുകൾ ഫോം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പം അന്നത്തെ കാലത്ത് ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നതും ഇതാണ്, എന്ത് വേണം, ലാംഗ്വേജ് ബേസ് ചെയ്തുള്ള അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ബേസിസിലുള്ള സ്റ്റേറ്റുകൾ എന്ത് ചെയ്യണം, ഫോം ചെയ്യണമെന്നാണ് റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കണം. അപ്പോൾ ഇവർ ചോദിച്ചു ഡിമാൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് അതുപോലെ കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനെപ്പറ്റി എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ആദ്യം അപ്പോയിന്റ് ചെയ്യുന്ന കമ്മീഷനാണ് ധാർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ധാർ കമ്മീഷൻ എന്ത് ചെയ്യുന്നു, അപ്പോയിന്റ് ചെയ്യുന്നു. എന്തിനാണ് ധാർ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തത്, സ്റ്റേറ്റുകൾ എങ്ങനെ ഫോം ചെയ്യണം, ലിംഗ്വിസ്റ്റിക് ബേസിസിൽ വേണോ, അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് വേണോ, ഇല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നോക്കണോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഫോം ചെയ്തത്, ധാർ കമ്മീഷൻ ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുന്നുണ്ട് സ്റ്റേറ്റുകളെ ലിംഗ്വിസ്റ്റിക് ബേസിസിൽ വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കമ്മീഷൻ എന്ത് ചെയ്യുന്നത്, പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷനെ വിളിക്കുന്ന ഒരു പേരാണ് ലിംഗ്വിസ്റ്റിക് പ്രോവിൻസ് കമ്മീഷൻ. ഓക്കെ, സോ ധാർ കമ്മീഷൻ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണ്, ലിംഗ്വിസ്റ്റിക് പ്രോവിൻസ് കമ്മീഷൻ എന്ന് വിളിക്കുന്നത് വീട് തന്നെയാണ്, ധാർ കമ്മീഷനെ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഈ SK ധാർ എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുന്ന ഈ ഒരു കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. 1948 ജൂണിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു
കമ്മീഷൻ എന്ത് ചെയ്യുന്നതാ, ഫോം ചെയ്യുന്ന. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എപ്പോഴാണ്? 1948 ജൂണിലാണ്. ആരാണ്? എസ് കെ ദൊറാനന്ദ് എന്ന് പറയുന്നത് ആ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ആ പുള്ളിയുടെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, കമ്മീഷൻ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് പറ്റി? ലിംഗ്വിസ്റ്റിക് ബേസിസിൽ സ്റ്റേറ്റ് വേണോ വേണ്ടേ, ഈ പറയുന്ന ഡിമാൻഡ്, ഇന്ത്യയിലെ ജനങ്ങൾ ചോദിക്കുന്ന ഡിമാൻഡ്, അതിനനുസരിച്ച് സ്റ്റേറ്റ് ഫോം ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ ഡിസ്കഷൻ നടത്താൻ വേണ്ടി നമ്മൾ എന്ത് കൊണ്ടുവന്നു? ഒരു ധാർ കമ്മീഷൻ കൊണ്ടുവന്നു. ഓക്കെ, അങ്ങനെ ധാർ കമ്മീഷൻ റെക്കമെൻഡേഷൻ അവരെന്ത് ചെയ്തു? ഇന്ത്യയിലെ പല ഭാഗത്തൊക്കെ പോയി ഇതിനെപ്പറ്റി പഠിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പഠിക്കുകയൊക്കെ ചെയ്തിട്ട് ഇവര് പറഞ്ഞു എന്ത് വേണോ വേണ്ടേ എന്നുള്ള കാര്യം. അപ്പൊ അവരെന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു ലിംഗ്വിസ്റ്റിക് ഫാക്ടർ എന്ത് ചെയ്യണ്ട, കൺസിഡർ ചെയ്യണ്ട. അതായത് സ്റ്റേറ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിനെ ബേസ് ചെയ്ത് മതി. എന്തിനെ ബേസ് ചെയ്ത് വേണ്ട? നമ്മുടെ ഭാഷകളുടെ അടിസ്ഥാനത്തിൽ ലിംഗ്വിസ്റ്റിക് ബേസിസിൽ എന്ത് ചെയ്യണ്ട, സ്റ്റേറ്റ് ഫോം ചെയ്യണ്ട. പകരം നമുക്ക് എന്തിനു വേണ്ടി, ഭരണം എളുപ്പമാക്കുന്ന രീതിയിൽ എന്ത് ഫോം ചെയ്താൽ മതി, സ്റ്റേറ്റ് ഫോം ചെയ്താൽ മതി എന്നാണ് ആര് പറഞ്ഞത്? എസ് കെ ധാർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ധാർ കമ്മീഷൻ 1948 ജൂണിൽ ഫോം ചെയ്തൊരു കമ്മീഷനാണ്. അത് ലിംഗ്വിസ്റ്റിക് പ്രോവിൻസ് കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടും. ഈ കമ്മീഷൻ എന്ത് ചെയ്തു? സ്റ്റേറ്റ് ഫോർമേഷൻ ലിംഗ്വിസ്റ്റിക് ബേസിസിൽ വേണോ വേണ്ടേ എന്നുള്ള കാര്യം പരിശോധിക്കാനാണ് എന്ത് ചെയ്യുന്നത്, ഈ കമ്മീഷൻ വരുന്നത്. ആ കമ്മീഷൻ എന്ത് ചെയ്തു? അവിടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പം അവർ പറയുകയാണ് എന്ത് വേണ്ട, ലാംഗ്വേജ് ബേസിൽ കമ്മീഷൻ വേണ്ട, പകരം എന്ത് മതി, അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, ഭരണം എളുപ്പമാക്കുന്ന രീതിയിൽ എന്ത് ചെയ്താൽ മതി, ഫോം ചെയ്താൽ മതി. ഓക്കെ, ദെൻ അടുത്ത ഈ ഒരു ധാർ കമ്മീഷന്റെ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് പ്രോവിൻസ് കമ്മീഷന്റെ റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർക്ക് അതിനെ എതിർക്കുകയൊക്കെ ചെയ്തു. ഓക്കെ, ആ സമയത്ത് INC എന്ത് ചെയ്തു? ഒരു കമ്മീഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് JVP കമ്മിറ്റി. ഓക്കെ, അപ്പൊ ആരാണ് JVP കമ്മിറ്റി ഫോം ചെയ്തത്? INC ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? JVP കമ്മിറ്റി ഫോം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? JVP കമ്മിറ്റി ഫോം ചെയ്തിരിക്കുന്നത്. ഈ JVPയിലെ ജെയും ബിയും പിയും ആണ് അല്ല മെമ്പേഴ്സിന്റെ പേര്. ജെ ആരാണ്? ജവഹർലാൽ നെഹ്റു. വി ആരാണ്? വല്ലഭായ് പട്ടേൽ. പി ആരാണ്? പട്ടാമ്പി സീതാരാമയ്യർ. നമ്മൾ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ഓഫ് INC എന്നൊക്കെ വിളിക്കുന്ന ആളാണ് ആര്? പട്ടാമ്പി സീതാരാമയ്യർ എന്ന് പറയുന്നത്. ഓക്കെ, INCയുടെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആളാണ് പട്ടാമ്പി സീതാരാമയ്യർ. അപ്പൊ ഈ 2-3 ആൾക്കാർ, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാമ്പി സീതാരാമയ്യർ, JVP കമ്മിറ്റി എന്ത് ചെയ്തു? ഫോം ചെയ്തു. എന്തിനെ പറ്റിയാ? ഈ ലിംഗ്വിസ്റ്റിക് കാര്യങ്ങൾ, സ്റ്റേറ്റ് ഫോർമേഷനെ പറ്റി, ലിംഗ്വിസ്റ്റിക് ബേസിസ് വേണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റി പഠിക്കാൻ വേണ്ടി. അപ്പൊ ആ കമ്മിറ്റി ഫോം ചെയ്ത വർഷം ഡിസംബറിലാണ്, 1948 ഡിസംബറിലാണ് എന്ത് ചെയ്യുന്നത്? ഈ കമ്മിറ്റി ഫോം ചെയ്യുന്നത്. ആരാണ് ഫോം ചെയ്തത്? INC ആണ് എന്ത് ചെയ്തത്? ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്തത്. ഓക്കെ, അപ്പൊ JVP കമ്മിറ്റി കൊണ്ടുവന്നത് INC ആണ്. SK ധാർ കമ്മിറ്റി കൊണ്ടുവരുന്നത് അന്നത്തെ ഇന്ററിം ഗവൺമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു? ഇവര് ഇന്ത്യയിലെ പല ഭാഗത്ത് ട്രാവൽ ചെയ്ത് ആൾക്കാരൊക്കെ ആയിട്ട് ഡിസ്കഷനൊക്കെ നടത്തിയതിനു ശേഷം 1949 ഏപ്രിലിൽ ഇവരുടെ റിസൾട്ട് എന്ത് ചെയ്യുന്നു? പബ്ലിഷ് ചെയ്യുന്നു. അതായത് സബ്മിറ്റ് ചെയ്യുന്നു. പബ്ലിഷ് ചെയ്യുന്നതല്ല, സബ്മിറ്റ് ചെയ്തു. ഇവരുടെ റിപ്പോർട്ട് എന്ത് ചെയ്യും? 1949 ഇവർ എന്ത് ചെയ്യുന്നു? സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഡിസംബറിൽ ആ കമ്മിറ്റി ഫോം ചെയ്തു. ഏപ്രിൽ എന്ത് ചെയ്യുന്നു? ആ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവരും പറഞ്ഞു എന്ത് വേണ്ട, ലിംഗ്വിസ്റ്റിക് ബേസിൽ സ്റ്റേറ്റ് വേണ്ട, എന്ത് മതി, അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് മതി. അപ്പൊ അവർ പറഞ്ഞ എന്താണ്? ലിംഗ്വിസ്റ്റിക് ബേസിസിൽ വേണ്ട, പകരം എന്ത് മതി, അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? സ്റ്റേറ്റുകളുടെ റീ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്തിന്റെ ബേസിൽ ചെയ്താൽ മതി? ഭരണം എളുപ്പമാക്കുന്ന രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റ് ഫോർമേഷന്റെ ഒരു കാരണമാക്കി മാറ്റുന്നതിനെ ഇവരും എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. ഓക്കെ, അപ്പൊ നോക്കിയേ, 2 കമ്മിറ്റി വന്നു. ഒന്ന് SK ധാർ കമ്മിറ്റി, 2 JVP കമ്മിറ്റി. ഈ 2 കമ്മിറ്റികളും എന്താ പറയുന്നത്? ലിംഗ്വിസ്റ്റിക് ബേസിൽ എന്ത് വേണ്ട, സ്റ്റേറ്റ് വേണ്ട എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇവർ പറയുന്നത്. ഓക്കെ, പക്ഷേ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഒരു ഇൻസിഡന്റ് നടക്കും. അത് 1953 നടക്കുന്നത്. അതായത് അന്നത്തെ മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമാണ് നമ്മളെ ഈ ആന്ധ്രാപ്രദേശ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരിക്കുന്ന ആന്ധ്രാപ്രദേശ്, മദ്രാസ് അറിയാം, ഒരു തമിഴ് ലിംഗ്വിസ്റ്റിക് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ആന്ധ്ര എന്ന് പറയുന്നത് ഒരു തെലുങ്ക് ലിംഗ്വിസ്റ്റിക് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആന്ധ്രയിലെ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവർ പറഞ്ഞു തെലുങ്ക് സ്പീക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാർക്ക് എന്ത് വേണം? ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? പ്രൊട്ടസ്റ്റ് ഒക്കെ ആരംഭിച്ചു. ഈ പ്രൊട്ടസ്റ്റില് 1953 പോറ്റി ശ്രീരാമുലു എന്ന് പറയുന്ന ആള് ഹങ്കർ സ്ട്രൈക്ക് കിടക്കാൻ തുടങ്ങി. ഓക്കെ, ഹങ്കർ സ്ട്രൈക്ക് എന്താ? നിരാഹാരം. അപ്പോൾ പുള്ളി നിരാഹാര സമരം കിടക്കുകയാണ്, പോറ്റി ശ്രീരാമുലു. എന്താ പോറ്റി ശ്രീരാമുലുവിന്റെ ഡിമാൻഡ്? തെലുങ്ക് സ്പീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്റ്റേറ്റ് വേണം എന്നുള്ളതാണ് പോറ്റി ശ്രീരാമുലുവിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഡിമാൻഡും പറഞ്ഞ് പോറ്റി ശ്രീരാമുലു എന്ത് ചെയ്യണം? നിരാഹാരം കിടക്കുകയാണ്. ഇദ്ദേഹം എന്ത് ചെയ്യും? നിരാഹാരം കിടന്ന് മരിക്കും. ഓക്കെ, അപ്പോൾ തെലുങ്ക് സ്പീക്കിംഗ് ആൾക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക സ്റ്റേറ്റ് വേണമെന്നും പറഞ്ഞ് നിരാഹാരം ആരംഭിച്ച പോറ്റി ശ്രീരാമുലു എന്ത് ചെയ്യുന്നു?
നിരാഹാരം ആരംഭിച്ചിട്ട് പുള്ളി കുറച്ച് ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്യും, മരിക്കും. അപ്പം അങ്ങനെ മരിക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം അവിടെയുള്ള ആൾക്കാരും ചുമ്മാ ഇരിക്കുമോ? ഒരിക്കലും ഇരിക്കില്ല. കാരണം എന്താ, ഇദ്ദേഹം എന്തിനാ മരിച്ചത്? ഈ പോറ്റി ശ്രീരാമുലു എന്ന് പറയുന്ന ആൾ മരിക്കുന്ന എന്തിനാ? ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്ന ആൾക്കാർക്ക്, അത് തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഈ തെലുങ്ക് സ്പീക്കിംഗ് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഭയങ്കരമായ പ്രൊട്ടസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അവർക്ക് മദ്രാസ് വേണ്ട, പ്രത്യേക സ്റ്റേറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, ഭയങ്കര പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ ഫലമായിട്ട് 1953 ഒക്ടോബറിൽ എന്ത് ചെയ്തു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഫോം ചെയ്യേണ്ടി വന്നു. ഓക്കെ, ആ സ്റ്റേറ്റ് ആണ് ആന്ധ്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ലിംഗ്വിസ്റ്റിക് ബേസിൽ ഫോം ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ആന്ധ്ര സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്? 1953 പോറ്റി ശ്രീരാമുലു എന്ന് പറയുന്ന ആള് എന്ത് ചെയ്യുന്നു, ഒരു ഹങ്കർ സ്ട്രൈക്ക് കിടക്കുന്നു. ആ ഹങ്കർ സ്ട്രൈക്കിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു, അദ്ദേഹം മരിക്കുന്നു. പിന്നെ അതിനെ തുടർന്നുണ്ടായ പ്രൊട്ടസ്റ്റുകളാണ് എന്ത് ചെയ്തത്, 1953 ഒക്ടോബറിൽ ആന്ധ്ര എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിന്റെ ഫോർമേഷന് കാരണമായത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആന്ധ്രയും ആന്ധ്രാപ്രദേശും രണ്ടും രണ്ടാണ്. ഓക്കെ, 1953 ഫോം ചെയ്ത സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശ് അല്ല, ഏതാണ്? ആന്ധ്ര എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, 1953 ഫോം ചെയ്തിരിക്കുന്നത്. സോ ഒരു തെലുങ്ക് സ്പീക്കിംഗ് ആൾക്കാർക്ക് വേണ്ടി എന്ത് കിട്ടി, ഒരു പ്രത്യേക സ്റ്റേറ്റ് അങ്ങ് കിട്ടി. അതായത് മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്ന തെലുങ്ക് സ്പീക്കിംഗ് റീജിയൻ എന്ത് ചെയ്തു, അതിനെ മാറ്റി ആന്ധ്ര എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഫോം ചെയ്തു. നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കിയേ, ഇന്ത്യയിൽ പല ഭാഗത്തും പല ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും എന്ത് പറയുന്നുണ്ടോ, ഞങ്ങൾക്ക് ആ ലിംഗ്വിസ്റ്റിക് ബേസിൽ സ്റ്റേറ്റ് വേണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ SKR കമ്മിറ്റിയോ JVP കമ്മിറ്റിയോ എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ 1953 ആദ്യമായിട്ട് ഒരു ലിംഗ്വിസ്റ്റിക് ബേസ് ചെയ്തൊരു സ്റ്റേറ്റ് വന്നു. അപ്പോൾ മറ്റുള്ളവർ മിണ്ടാതിരിക്കുമോ? ഒരിക്കലുമില്ല. സോ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ലിംഗ്വിസ്റ്റിക് ബേസിസിൽ സ്റ്റേറ്റ് വേണം എന്നുള്ള രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ആരംഭിക്കാൻ തുടങ്ങി. ഓക്കെ, സോ ഈ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകളുടെ ആ ഒരു പ്രൊട്ടസ്റ്റുകളുടെ ഫലമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പുതിയ കമ്മീഷൻ എന്ത് ചെയ്യുന്നു, രൂപീകരിക്കുന്നു. ആ കമ്മീഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻ. അപ്പൊ എന്ത് ചെയ്യുന്നു, 1953 തന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. ഈ കമ്മിറ്റി ഫസൽ അലി കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടും. എന്ത് പേരിൽ അറിയപ്പെടും? ഫസൽ അലി കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടും. കാരണം നമ്മളിപ്പോൾ SKR കമ്മീഷൻ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഈ കമ്മീഷനുകൾ നോർമലി കമ്മീഷന്റെ ചെയർമാൻ ആരാണോ അയാളുടെ പേരിൽ അറിയപ്പെടും. ഇപ്പൊ കസ്തൂരംഗൻ കമ്മിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മാധവ് ഗാഡ്ഗിലിന്റെ പേരിൽ ഗാഡ്ഗിൽ കമ്മിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കമ്മീഷൻ ചെയർമാൻ ആരാണോ അദ്ദേഹത്തിന്റെ പേരിൽ എന്ത് ചെയ്യും, കമ്മിറ്റികളുടെ പേര് അറിയപ്പെടും. ഫസൽ അലിയാണ് 1953 ഫോം ചെയ്ത സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന ഫസൽ അലിയുടെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കമ്മിറ്റി അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആരാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന്. ഓക്കെ, ആരാണ് ചെയർമാൻ എന്ന് പറയുന്നത്? ഫസൽ അലിയാണ് എന്തെന്ന് പറയുന്നത്, ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ശരി. ദെൻ ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫസൽ അലി മാത്രമല്ല, വേറെയും 2 മെമ്പേഴ്സ് ഉണ്ട്. അതാണ് സർദാർ KM പണിക്കർ, കാവാലം മാധവ പണിക്കർ. രണ്ടാമത്തെ ആളാണ് HN കുൻസ്രു എന്ന് പറയുന്ന ആൾ. അപ്പൊ ആരൊക്കെയാണ്? സർദാർ KM പണിക്കരും അതുപോലെ തന്നെ HN കുൻസ്രു എന്ന് പറയുന്ന ആളുമാണ് എന്ത്, ബാക്കി 2 മെമ്പേഴ്സ്. ഈ സർദാർ KM പണിക്കരും മലയാളിയാണ്. പുള്ളിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കേരള സിംഹം എന്ന് പറയുന്ന ബുക്ക് എഴുതിയ ആള് ഈ സർദാർ KM പണിക്കരാണ്. ഓക്കെ, കേരള സിംഹം എന്ന് പറയുന്ന ആരുടെ പറ്റിയുള്ള ബുക്കായിരിക്കും? പഴശ്ശിരാജയെ പറ്റിയുള്ള ബുക്കാണ്. ഓക്കെ, അത് പുള്ളി എഴുതിയൊരു ബുക്കാണ്. സോ ഈ KM പണിക്കരും HN കുൻസ്രുവും പിന്നെ ആരും ഉണ്ട്, ചെയർമാനായി ഫസൽ അലി ഉണ്ട്. അങ്ങനെ 3 മെമ്പേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? ഫസൽ അലി, KM പണിക്കർ, പിന്നെ HN കുൻസ്രു. ഇങ്ങനെ 3 മെമ്പേഴ്സ് അടങ്ങിയ എന്ത് ഫോം ചെയ്യുന്നു, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. ഇവരുടെ റിപ്പോർട്ട് എന്ത് ചെയ്യും, 1956 സബ്മിറ്റ് ചെയ്തു. ആ 55 ഇവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. 1955 എന്ത് ചെയ്യുന്നു, ഇവര് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഈ റിപ്പോർട്ടിന്റെ ബേസിസിൽ 1956 എന്ത് ചെയ്യും, ഒരു പുതിയ ആക്ട് വരും. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നു, അവിടെ റിപ്പോർട്ട് 1955 സബ്മിറ്റ് ചെയ്യുന്നു. ഈ കമ്മീഷന്റെ ജോലി വേറെ ഒന്നുമില്ല, ലിംഗ്വിസ്റ്റിക് ബേസിൽ എങ്ങനെ സ്റ്റേറ്റ് ഫോം ചെയ്യാം. കാരണം നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്ത് ചെയ്തു, അങ്ങ് വിട്ടു. നമ്മൾ തീരുമാനിച്ചു ഇനി ഇന്ത്യ നടക്കൂ, ലിംഗ്വിസ്റ്റിക് ബേസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, സ്റ്റേറ്റ് ഫോം ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ ലിംഗ്വിസ്റ്റിക് ബേസിൽ സ്റ്റേറ്റ് ഫോം ചെയ്യാം എന്നുള്ളതാണ് ഫസൽ അലി കമ്മീഷൻ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ പഠിക്കുന്നത്. അങ്ങനെ അവരുടെ റിപ്പോർട്ട് എന്ത് ചെയ്തു, 1955 സബ്മിറ്റ് ചെയ്തു. ദെൻ 1956 ഒരു ആക്ട് വരും. ഈ ആക്ട് ആണ് ഇതെന്ന് പറയുന്ന സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ
ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വരുന്നത്? 1956 ഈ ആക്ട് നിലവിൽ വരുന്ന ഡേറ്റ് നിങ്ങൾക്ക് അറിയാം, അത് November 1 ആണ്. November 1 ഞാൻ പറയാൻ കാരണം നമ്മൾ കേരളപ്പിറവിയൊക്കെ ആഘോഷിക്കുന്ന എപ്പോഴാണ്? November 1 കാരണം ഈ 1956 ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നു? 14 സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ 14 സ്റ്റേറ്റും 6 യൂണിയൻ ടെറിട്ടറിയും വരുന്നുണ്ട്. അതിലൊരു സ്റ്റേറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? November 1 നമ്മൾ എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? കേരളപ്പിറവിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പം 1956 ഫസൽ അലി കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിന്മേൽ വരുന്ന ആക്ട് ആണ് ഏതെന്ന് പറയുന്നത്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ സ്റ്റേറ്റ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഫസ്റ്റ് ആക്ട് ആണ് ഏതെന്ന് പറയുന്നത്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി. ആദ്യം എസ്കേദർ കമ്മീഷൻ വരുന്നു, അവരെന്ത് പറയുന്നു? ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് വേണ്ട. JVP കമ്മിറ്റി വരുന്നു, അവരെന്ത് പറയുന്നു? ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് വേണ്ട. ദെൻ പോറ്റി ശ്രീരാമുലുവിന്റെ ഒരു ഹങ്കർ സ്ട്രൈക്കും അതിനെ തുടർന്നുണ്ടായ ആന്ധ്ര സ്റ്റേറ്റിന്റെ ഫോർമേഷൻ 1953 നടക്കുന്നു. ദെൻ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പുതിയൊരു കമ്മീഷൻ, ഫസൽ അലിയുടെ നേതൃത്വത്തിൽ പുതിയൊരു കമ്മീഷൻ രൂപീകരിക്കുന്നു. മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഫസൽ അലി, HN കുൻസ്രു, പിന്നെ ആരുമുണ്ട്? നമ്മുടെ സർദാർ KM പണിക്കറുമുണ്ട്. ഓക്കെ, സോ ഇവർ 3 പേരും കൂടി ചേർന്നുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. ഇവരിവിടെ റിപ്പോർട്ട് എന്ത് ചെയ്യുന്നു? 1956 സബ്മിറ്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 November 1 നിലവിൽ വരുന്നത്. ഇത് പ്രകാരം 14 സ്റ്റേറ്റും 6 യൂണിയൻ ടെറിട്ടറികളും എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ ഫോം ചെയ്യുന്നു. ആ 14 സ്റ്റേറ്റിൽ ഒരു സ്റ്റേറ്റ് ആയിരുന്നു ഏതെന്ന് പറയുന്നത്? നമ്മുടെ കേരളം. അതുകൊണ്ടാണ് നമ്മൾ കേരളം ഫോം ചെയ്ത 1956 പറയുന്നത്. നമ്മൾ എല്ലാ വർഷവും കേരളപ്പിറവി എന്ത് ചെയ്യുന്നതാ? November 1 എന്ത് ചെയ്യുന്നതാ? സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? കേരളപ്പിറവി സെലിബ്രേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? November 1 അല്ലേ? അപ്പം അത് സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ റീസൺ എന്താണ്? ഈ ഫസൽ അലി കമ്മീഷന്റെ റിപ്പോർട്ട് നിലവിൽ വന്നുകൊണ്ടാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെന്ന് പറയുന്നതാ ആ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്കുള്ള ഡൗട്ട് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ പാർട്ട് 1 ആർട്ടിക്കിൾ 1 to 4 പറഞ്ഞു, പിന്നെ എന്തും പറഞ്ഞു? സ്റ്റേറ്റുകളുടെ ഒരു ഫോർമേഷൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററിയും പറഞ്ഞു. ഓക്കെ, സോ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.